നമസ്കാരം. നല്ലതുപോലെ തോറ്റു. ഈ പറഞ്ഞത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരുന്നു. അത്രത്തോളം തോൽവി ഏറ്റുവാങ്ങിയത് കൊണ്ടാണല്ലോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലൊരു പ്രകടനം നടത്തിയത്. പക്ഷേ പിന്നീട് അവര് ഇതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം അന്വേഷിക്കാൻ ഇറങ്ങി. അങ്ങ് താഴെ തട്ട് മുതലുള്ള അന്വേഷണത്തിൽ അവരുടെ നിഗമനം, അതായത് SNDP-യിൽ നിന്ന്, ഈഴവ സമുദായത്തിൽ നിന്നാണ് CPM-ന്റെ വോട്ടുകൾക്ക് ചോർച്ചയുണ്ടായത് എന്നാണ്. അതിലേക്ക്, അതായത് ആ വോട്ടുകൾ മുഴുവൻ BJP-യിലേക്ക് പോയി എന്നുമുള്ള നിഗമനത്തിലാണ്. അതിൻ്റെ പേരില് MV ഗോവിന്ദനും വെള്ളാപ്പള്ളി നടേശനും തമ്മില് പോർമുഖത്ത് നിൽക്കുകയാണ്. SNDP-യിലുള്ളവര് ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് അവരുടെ അവകാശമാണ്. അതിന് കാവി പുതപ്പിക്കാൻ ആയിട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളിയും രംഗത്ത് വരികയുണ്ടായി. പക്ഷേ ഇപ്പോൾ CPM കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് SNDP-യിലേക്കാണോ എന്ന് സംശയമുണ്ട്. SNDP-യെ ഇപ്പോൾ ഒരു പൊതുശത്രുവായി കണ്ടിരിക്കുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ ഷാജഹാൻ, ഇതില് ഈ SNDP-യെ മാത്രം എന്താണ് CPM ഇങ്ങനെ കൊണ്ടുവന്ന് മുൾമുനയിൽ നിർത്തുന്നത്? അവരെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? അതല്ല വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാല് ഈ ഈഴവ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നുള്ളത് CPM സംസ്ഥാന സമിതിയും കേന്ദ്ര സമിതിയും ഒരുപോലെ കണ്ടിട്ടുള്ളതാണ്. ഈഴവ വോട്ടുകളുടെ ചോർച്ച CPM-ന്റെ തെക്കൻ കേരളത്തിലെ പരാജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മളും ചർച്ചകളിൽ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. വടക്കൻ കേരളത്തിൽ LDF-ൽ നിന്ന് വോട്ട് ചോർന്നത് ബഹുഭൂരിപക്ഷം UDF-ലേക്കാണ് പോയതെങ്കിൽ, തെക്കൻ കേരളത്തിൽ LDF-ൽ നിന്ന് ചോർന്ന ഈഴവ വോട്ടുകൾ BJP-യിലേക്കാണ് പോയത് എന്നുള്ളതിന്റെ ഒരുപാട് കണക്കുകൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആലപ്പുഴയിലായാലും ആറ്റിങ്ങലിലായാലും ഒക്കെ തന്നെ നമ്മളത് വിശദമായിട്ട് നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്താന്ന് ചോദിച്ചാൽ, SNDP ഈ ഈഴവ വോട്ടുകളെ BJP-യിലേക്ക് കൊണ്ടുപോകാൻ, സംഘപരിവാർ ശക്തികളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ SNDP-യിൽ പ്രവർത്തിക്കുന്ന ശാഖാ സെക്രട്ടറിമാരായിട്ടുള്ള CPM-കാരുടെ യോഗം വിളിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ കാട് കാണാതെ മരം കാണുന്നു എന്ന് പറയുന്നത് പോലുള്ള ഒരു സമീപനമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇപ്പൊ CPM എന്താ പറയുന്നത്? CPM പറയുന്നത് SNDP-യിലുള്ള CPM അനുഭാവികളായിട്ടുള്ളവരുടെ വോട്ടുകൾ, അല്ലെങ്കിൽ SNDP-യിൽ അംഗമായിട്ടുള്ള CPM അനുഭാവികളായിട്ടുള്ള പാർട്ടിക്കാരുടെ വോട്ടുകൾ, അതാണ് പ്രധാനമായും BJP-യിലേക്ക് ചോർന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് CPM ഇപ്പോൾ മാറിയിരിക്കുന്നത്. ആ മാറിയതിന്റെ ഭാഗമായിട്ടാണ് SNDP-യിൽ പ്രവർത്തിക്കുന്ന SNDP യൂണിറ്റുകളുടെ സെക്രട്ടറിമാരായിട്ടുള്ള CPM അംഗങ്ങളുടെ യോഗം CPM ഇപ്പോൾ വിളിക്കാൻ പോകുന്നത്. ഇത് ഒരർത്ഥത്തിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് വരുന്ന ആദ്യമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഏറ്റവും പരിഹാസ്യമാണ് എന്നുള്ളതാണ്. ഏറ്റവും പരിഹാസ്യമാണ്. എന്താണ് ഏറ്റവും പരിഹാസ്യമാകുന്നത്? ഒരു ജാതി സംഘടനയുടെ യൂണിറ്റുകളിൽ, ശാഖകളിൽ പാർട്ടിക്കാരൻ സെക്രട്ടറി ആകുമെന്ന് പറയുന്നത് തന്നെ അത് ഏറ്റവും വലിയ പരിഹാസ്യമല്ലേ? കാരണം വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി. ആ പാർട്ടിയിലെ അംഗങ്ങൾ ഒരു ജാതി സംഘടനയിൽ യൂണിറ്റ് സെക്രട്ടറിമാരായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ പരിഹാസ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.
ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ SNDP ഒക്കെ രൂപീകരിച്ച കാലഘട്ടത്തിൽ CPM, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന യഥാർത്ഥ SNDP-യിൽ ഒക്കെ പ്രവർത്തിച്ചിരുന്ന പലരും CPM കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാരെ യഥാർത്ഥത്തിൽ അന്നത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ടുള്ള SNDP-ൽ പ്രവർത്തിക്കുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ SNDP-ൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരികയും ചെയ്ത ചരിത്രമാണ് പിന്നെ നമുക്ക് പറയാനുള്ളത്. അന്ന് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം, അതിനകത്താണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പിന്നീട് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ആലപ്പുഴയിലേക്കുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഒക്കെ തന്നെ ആദ്യം അതിനകത്ത് പ്രവർത്തിച്ചിരുന്നു. ഇപ്പൊ എന്റെ അമ്മയുടെ സഹോദരനുണ്ട് CG സദാശിവൻ, വയലാർ പുന്നപ്പുറ സമര സേനാനി. അദ്ദേഹം ഒക്കെ തന്നെ ആദ്യം പിന്നെ SNDP-യിലായിരുന്നു. അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരികയാണ് ചെയ്തത്. മനസ്സിലായത്? ഇതിപ്പോ തിരിഞ്ഞിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവര് SNDP-യുടെ ഭാരവാഹികളായിട്ടുള്ളവര് അവരുടെ യോഗം വിളിക്കും എന്നുള്ള നിലയിലേക്ക് ഇത് തലകുത്തി നിൽക്കുകയാണ് ഇപ്പൊ CPM എന്നുള്ളതാണ് ഒരു വശത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ CPM നടത്താൻ പോകുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്. എന്താണ് ശുദ്ധ അസംബന്ധം എന്ന് പറയാൻ കാര്യം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവരുടെ വോട്ട് BJP-യിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് SNDP ശാഖകളിൽ പ്രവർത്തിക്കുന്ന CPM-കാരായിട്ടുള്ള ഈഴവരുടെ വോട്ടുകളല്ല BJP-യിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ CPM അഡ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ, ഈഴവരായിട്ടുള്ള CPM-കാരുടെ വോട്ടുകൾ എങ്ങനെ BJP-യിലേക്ക് പോയി, അതാണ് ആദ്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ടത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വിഷയം ആദ്യം ചർച്ച ചെയ്തപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ പിന്നെ CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇത് പിന്നെ BJP ഇങ്ങനെ റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് വാദഗതി വന്നപ്പോഴത്തേക്കും കേന്ദ്ര നേതൃത്വം പറഞ്ഞത് ശരി, എങ്ങനെ പോയിട്ടുണ്ടാവാം, പക്ഷേ CPM-ന്റെ അടിസ്ഥാന വോട്ടുകൾ എങ്ങനെ BJP-യിലേക്ക് പോയി എന്നുള്ള കാര്യം നിങ്ങൾ അഡ്രസ് ചെയ്യുന്നതാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇതാണ്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ഈ CPM ചെയ്യുന്ന ഈ പണി പിന്നെ നിരർത്ഥകമാണെന്ന് പറയാൻ കാര്യം എന്താ, CPM-ൽ നിന്ന് CPM-കാരായിട്ടുള്ള ഈഴവരുടെ വോട്ടുകളാണ് BJP-യിലേക്ക് പോയത്. അത് ആലപ്പുഴയിലായാലും അത് ആറ്റിങ്ങലിലായാലും. എന്തുകൊണ്ട് CPM-കാരായിട്ടുള്ള ഈഴവരുടെ വോട്ടുകൾ തെക്കൻ കേരളത്തിൽ BJP-യിലേക്ക് പോയി എന്നുള്ളത് പരിശോധിക്കുകയും അത് പരിശോധിച്ച് അതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കുന്നതിനും പകരം SNDP-യുടെ ശാഖയിൽ പ്രവർത്തിക്കുന്ന CPM-കാര് അവരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് പിന്നെ SNDP-യെ കാവ്യവൽക്കരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധ അസംബന്ധമല്ലേ യഥാർത്ഥത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഈ വെള്ളാപ്പള്ളി ഗണേശൻ എന്ന് പറഞ്ഞ ആളെ ഈ നിലയിലേക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആരാ? CPM അല്ലേ? BDJS ഉണ്ടാക്കിയില്ല 2016 ആ സമയത്തൊക്കെ അതിനെ എതിർത്തോ? ആ സമയത്ത് അച്യുതാനന്ദനെ എതിർത്തപ്പോഴത്തേക്കും അയാളെ ചവിട്ടിത്തേക്ക് കയറും ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ ഘട്ടത്തിലും പിന്നെ വെള്ളാപ്പള്ളി നടേശനെ വളർന്നു വലുതാക്കി ഇതൊരു കുടത്തിലൊരു ഒരു ഭൂതമാക്കി വളർത്തി വലുതാക്കിയ CPM ഇപ്പൊ കുടത്തിൽ നിന്ന് ആ ഭൂതം ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇത്തരം പണികൾ കൊണ്ടുപോകുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ പിന്നെ വെള്ളാപ്പള്ളി നടേശനൻ എന്ന് പറഞ്ഞാൽ അയാളെ ഡിഫ്യൂസ് ചെയ്യാനുള്ള പണിയാണ് ചെയ്യേണ്ടത്. അയാളെ ഡിഫ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താ, അയാളുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. അയാൾ ചെയ്യുന്ന അഴിമതിക്കെതിരായിട്ടുള്ള അടിച്ച് ആ ജാതി സംഘടനയെ ഇയാൾ നൽകുന്ന നേതൃത്വം പൊളിച്ച് ആ ജാതി സംഘടനയെ പൊളിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇത് ശുദ്ധ അസംബന്ധമാണെന്ന് മാത്രമല്ല ഇതല്ല CPM നേരിടുന്ന പ്രശ്നം എന്നുള്ളത് അവർ മനസ്സിലായിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും ഒരിക്കലും ഒരു ഘട്ടത്തിലും ഇത് നന്നാവാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശ്രീ ഷാജഹാൻ, ഞാൻ മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഈ SNDP CPM-ന്റെ ഈ വിഷയം വന്നപ്പോൾ, അതായത് ഈ അവസരത്തിൽ ഒന്നും തന്നെ പിണറായി വിജയൻ വെള്ളാപ്പള്ളിക്കെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല. അല്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇപ്പൊ പൊതുവെ ഒന്നും സംസാരിക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ പിണറായി വിജയൻ സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയനാണ് വെള്ളാപ്പള്ളി നടേശനെ ചിറകിനടിയിൽ വെച്ച് ഇത്രയും നാൾ സംരക്ഷിച്ചുകൊണ്ടിരുന്നുള്ളത് നമുക്കാർക്കും അറിയാൻ പാടില്ല. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ BJP-യുടെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണോ CPM-ന് ബോധ്യം? അതൊന്നുമല്ല.
ഇതിനു മുമ്പും CPM നല്ലപോലെ ബോധ്യമുണ്ടായിരുന്നു. ഇതിനു മുമ്പ് MP ഗോവിന്ദൻ മാസ്റ്റർക്കും ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത് തടയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരുന്നില്ല. ഇനിയിപ്പോ BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് SNDP പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ചുരുങ്ങിയത് ഒരു 5 വർഷം മുമ്പ് പോലെങ്കിലും തുടങ്ങേണ്ടതായിരുന്നു. കാരണം BDJSന്റെ രൂപീകരണ കാലം 2016 ഒക്കെ ആയിരുന്നു. ആ കാലഘട്ടം മുതൽ തന്നെ വെള്ളാപ്പള്ളി ഇടച്ചെടുത്തുകൊണ്ടിരുന്ന സമീപനം എന്താണ്? വെള്ളാപ്പള്ളി ഇടച്ചെടുത്തുകൊണ്ടിരുന്ന സമീപനം പിന്നെ തുഷാർ വെള്ളാപ്പള്ളി അപ്പുറത്ത് വിട്ടിട്ട് BDJSനെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സംഘപരിവാറിന്റെ റിക്രൂട്ടിംഗ് ഏജൻസി ആക്കാനുള്ള ശ്രമങ്ങളായാലും 4-5 വർഷം മുമ്പ് പോലെ തന്നെ തുടങ്ങിയതാണ്. അപ്പൊ അത് തുടങ്ങിയ സമയത്ത് അതിനെ എതിർക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പം അത് എതിർക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈഴവ വോട്ടുകൾ ചോർന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് അറിഞ്ഞ് അതിനുള്ള ചികിത്സ നിശ്ചയിച്ച് CPMന്റെ ജീർണതയും അഴിമതിയും താൻ പ്രമാണത്തോ അഹങ്കാരവും കൊണ്ടാണ് ഇതിൽ നിന്ന് ഈഴവ വോട്ടുകൾ BJPയിലേക്ക് പോയത് എന്നുള്ള ആ വസ്തുത മനസ്സിലാക്കി അത് ചികിത്സിക്കുന്നതിന് പകരവും ഈ പറഞ്ഞ പോലെ ഈ അർബുദം ക്യാൻസർ 4th സ്റ്റേജ് ആയിട്ടും 5th സ്റ്റേജ് ആയിട്ടും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാര്യം എനിക്ക് ഓർമ്മ. ക്യാൻസർ 4th സ്റ്റേജ് 5th സ്റ്റേജ് ആയിട്ടും ഈ പരമ്പരാഗത വൈദ്യവും ഈ പിന്നെ അന്ധവിശ്വാസവും ഇതൊക്കെ കൊണ്ട് അയാളുടെ കുടുംബാംഗങ്ങളിൽ നടത്തുന്ന ആരോപണം വന്നതുപോലെ ഈ CPMനെ ബാധിച്ചിട്ടുള്ള ക്യാൻസർ അതിന്റെ 4th സ്റ്റേജും 5th സ്റ്റേജും ആയിട്ടും അലോപ്പതി ചികിത്സ കൊടുക്കാൻ ശ്രമിക്കാതെ ഇപ്പോഴും പാരമ്പര്യ വൈദ്യത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും പുറകെ പോകുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം ഈ SNDPയിലുള്ള ശാഖാ സെക്രട്ടറിമാരുടെ യോഗം CPM വിളിക്കുന്നു പറഞ്ഞ് ഇത് ഏറ്റവും വലിയ നാണക്കേടാണ് CPMന് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. പക്ഷെ അത് CPMലുള്ള അവരുടെ മാത്രമല്ല ശാഖാ സെക്രട്ടറിമാർ. എല്ലാ ശാഖാ സെക്രട്ടറിമാരും CPM ആകണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് CPM എന്ന് പറയുന്ന ഒരു വർഗാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലാസ് ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. അതിപ്പോ വന്ന് അതിന്റെ പ്രവർത്തകർക്ക് പള്ളിയിൽ പോകാനും അമ്പലത്തിൽ പോകാനും അതിനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും അത് അടിസ്ഥാനപരമായി ഒരു നിരീശ്വരവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് ആ പാർട്ടി. ക്ലാസ് ബേസ്ഡ് ആയിട്ടാണ് അത് അതിന്റെ അണികളെ കാണുന്നത്. വർഗാടിസ്ഥാനത്തിലാണ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന തൊഴിലാളി വർഗ സർഗാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി SNDPയിലുള്ള CPMകാരായിട്ടുള്ള ശാഖാ സെക്രട്ടറിമാരുടെ യോഗം വിളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഉണ്ടല്ലോ, ഏറ്റവും വലിയ പരിഹാസ്യമല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും വലിയ പരിഹാസ്യമല്ലേ? അതായത് ഇപ്പൊ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാര് വന്നിട്ട് പറയുകയാണ് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ യോഗം ഞങ്ങൾ വിളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു പ്രസ്താവന. എന്തൊരു നാണം കെട്ട ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ എന്താ? അവർ ദൈവവിശ്വാസികളാണ്. ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് CPMന്റെ ഭാരവാഹികളാകുന്നത്? ഇപ്പോഴത്തെ നിലയനുസരിച്ചാവാം. പക്ഷേ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ ഒരു ബിഷപ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തുമാത്രം നാണക്കേടായിരിക്കും വരാത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വർഗാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ പാർട്ടി ഒരു ജാത സംഘടനയിലെ ഭാരവാഹികളിലായിട്ടുള്ള CPMകാരുടെ യോഗം വിളിച്ച് നിൽക്കുന്നു പറയുന്നത്. പക്ഷെ അത് തുണിയുരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു സമീപനമാണ്. പക്ഷെ തുണിയുരിഞ്ഞ് നിൽക്കുന്നു എന്ന് തുണിയില്ലാത്തവന് തോന്നുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവനത് തോന്നുന്നില്ല, അവൻ തുണിയില്ലാതെ നിൽക്കുക എന്നുള്ളത്. പക്ഷെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. പക്ഷെ ഈ വിഷയത്തിലൂടെ ഈ CPMന്റെ ജാതി രാഷ്ട്രീയം വ്യക്തമാവുകയല്ലേ? അല്ല, CPMന്റെ ജാതി രാഷ്ട്രീയം വെച്ചാൽ അത് ഓരോന്നോരോന്നായിട്ടൊന്നും എടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അത് ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ മറ്റേ ബിനോയ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, എന്താ ഇത് ഇങ്ങനെ അധികം നാള് പോകില്ല ഈ വണ്ടി, ഏതാണ്ട് അത് തന്നെയല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തിരുത്തൽ എന്ന് പറഞ്ഞിട്ട് എന്തായി? തിരുത്തൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള ബഹുജന ക്യാമ്പയിനിൽ ചെന്ന് തീർന്നില്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CPMൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയായി എന്നാ പറഞ്ഞത്. നമ്മൾ ഇതൊന്നും എടുക്കണ്ട, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിനെ തിരുത്തിയെടുക്കാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ എല്ലാവരും ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് തന്നെ പല CPM നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നെയൊക്കെ ആളുകൾ അറിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവന്മാരെല്ലാം ഒരുപോലെയാണ്.
മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ജാതി സംഘടനകളോടുള്ള ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം SNDP ആയിട്ട് ഇതാണ് അവസ്ഥ. ക്രിസ്ത്യാനികളുമായിട്ടുള്ള കാര്യം എന്താ? ആ പാർട്ടി എടുത്ത് തോളെ വെച്ച് ഇരിക്കല്ലേ കേരള കോൺഗ്രസിന്. മുസ്ലിം ലീഗുമായിട്ടുള്ള എന്താ? മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പിന്നെ വാലും ചൂട്ടി തലയും തൊഴുതുകൊണ്ട് അവരുടെ മുമ്പിൽ പോയി നിന്നു. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നേരത്തെ അവസാനിച്ചു പോയ സംഭവങ്ങളാണ്. ഇതിനകത്തൊന്നും ഈ പറഞ്ഞ പോലെ തിരുത്തിയെടുത്തതിനെ നന്നാക്കി എന്നുള്ള ഘട്ടം അതൊന്നും ഈ ചർച്ച ചെയ്യുന്നതിൽ പോലും അർത്ഥമില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലെ കണക്കെടുത്ത് നോക്കുകയായിരുന്നു. 11 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിനകത്ത് നടന്നിട്ടുള്ളത്. അവിടെ 1977 ആണ് ആദ്യം ജയിക്കുന്നത്. ഇപ്പൊ 2024 ഇതിനിടയിൽ 11 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അതിൽ 8 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 50% വോട്ട് കിട്ടി ജയിച്ചിട്ടുണ്ട്. ഏതോ ഒരു തെരഞ്ഞെടുപ്പിൽ 1,85,00,000 വോട്ട് വരെ പിന്നെ CPM മേടിച്ചിട്ടുണ്ട്. 1,85,00,000. ആ 1,85,00,000 മേടിച്ച വോട്ട് മേടിച്ച CPMന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്നെത്ര വോട്ടെന്നുള്ളതെന്നറിയോ? 3 ലക്ഷം വോട്ടോ. അല്ല, അതിനിടക്ക് കൂട്ടിച്ചേർക്കേണ്ട വേറെ കാര്യമുണ്ട്. വരാൻ പോകുന്ന അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അടുത്തിരിക്കുകയാണ്. അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോൾ BJPക്കെതിരെ ഒന്നും ആരും തന്നെ ഇല്ല. അവരൊക്കെ തന്നെ ഏകകണ്ഠമായി ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ? ബംഗാളില്. അല്ല, ഞാൻ പറഞ്ഞത് BJPയുടെ എവിടെയൊക്കെ BJPക്ക് 10% വോട്ടേ അവിടെ ഉള്ളൂ. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത്. 1,85,00,000 വോട്ട് CPM ഉണ്ടായിരുന്ന ആ സംസ്ഥാനത്ത് ഇന്ന് ആ CPM 3 ലക്ഷം വോട്ടേ എവിടെ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ ത്രിപുരയെ കുറിച്ച് പറയാത്തത് ത്രിപുര പിന്നെ 2 MP ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇത് പശ്ചിമ ബംഗാളിൽ 42 MP. അപ്പം ആ വഴിക്കാണിത് പോകുന്നത് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായി? അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ CPM ജാതി രാഷ്ട്രീയം തെളിഞ്ഞിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നതിനകത്തുള്ള ഒരു നിരർത്ഥകതയാണ് ഞാൻ ഈ പറയുന്നത്. മൊത്തത്തിൽ തന്നെ ഇതിന്റെ അവസാനം ആയി കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഓരോന്നോരോന്ന് നമ്മൾ എടുത്ത് ചർച്ച ചെയ്യുന്നതിന്റെ അർത്ഥം എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ ഒന്ന് തിരുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ബംഗാൾ എന്നാണ് പറഞ്ഞത്. അത് ത്രിപുരയാണ്. ത്രിപുരയിൽ ത്രിപുരയിൽ 2 സീറ്റിലാണ് മത്സരിച്ചത്. ആ 2 സീറ്റിലും ലോക്സഭാ സീറ്റിലും ഒരു കോൺഗ്രസും 1 CPM ആണ് മത്സരിച്ചത്. കോൺഗ്രസ് ആയിട്ട് ചേർന്നാണ് മത്സരിച്ചത്. അവിടെ ഓരോ മണ്ഡലത്തിലും 10 ലക്ഷം വീതം വോട്ടുകളുണ്ട്. അതിൽ 7.5 ലക്ഷം ഓരോ മണ്ഡലത്തിൽ 7.5 ലക്ഷം വോട്ട് വീതം BJPക്ക് കിട്ടിയത്. 2 മണ്ഡലത്തിൽ 2.5 ലക്ഷം വോട്ട് വീതമാണ് കോൺഗ്രസിനും CPM-നും കിട്ടിയിട്ടുള്ളത്. മനസ്സിലാവും? അതുകൊണ്ട് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സിഗ്നലാണ്. ഒന്നും ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എല്ലാവരും കംപ്ലീറ്റ്ലി കറപ്റ്റ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഇതിനിപ്പോ ഇതിന്റെ അവസാനം ഇതിന്റെ അന്ത്യകൂദാശ ഇപ്പൊ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ക്യാൻസർ ഒരു 4th സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. മനസ്സിലായി? ഇനി ഇതിന്റെ ഒരു മരണത്തിന്റെ സമയം കുറിക്കുക എന്നുള്ളത് മാത്രമേ ഇനി നടക്കാനുള്ളൂ. അതെന്ന് നടക്കും എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്നാണ് എനിക്ക്